Hello guys, welcome back to Lachos vlog. It's me Lachos. ഇപ്പോൾ ഞങ്ങൾ ബെന്നീസിലാണ് കുറച്ച് ദിവസമായി. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളെ ഈവനിങ് വ്ളോഗാണ്. ശിവാനിയും ഇവളും കൂടിയായിരുന്നു ആദ്യത്തെ കളി. ഇവർ നേരത്തെ പോരുട്ടു പാർക്കിക്ക്. ഒരു 4:45 5 മണിയാകുമ്പോൾ പോരും. ഞങ്ങളൊരു 6 മണിക്കാണ് വരുന്നത്. ഇതാണ് ആ പാർക്ക്. ഇവിടെ പാർക്കിൽ വന്നിട്ട് കുട്ടികൾ ഭാഷയൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കളിയാണ്. ഏത് രാജ്യക്കാരായിട്ടും കളിക്കും, അവർക്കൊന്നും പ്രശ്നമില്ല. ഇതിൽ തന്നെ ഇവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടീം നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ് ആൾക്കാരാണ്, പഞ്ചാബീസാണ്. അത് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്, പക്ഷെ അവർ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഈ ചേച്ചിയുടെ പേര് സീമ, അവരുടെ മകള് വിനസ്കോ, ഒരു മകൻ കൂടി ഉണ്ട് യുവരാജ് സിംഗ്. പച്ച ഡ്രസ്സിട്ട കുട്ടിയാണ് ശിവാനി. അവൾ നമ്മൾ നേരത്തെ ബ്ലോഗിൽ കണ്ടതാണ്. അവർ ദേശീയ ഫുഡിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലിച്ചു ഇങ്ങനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് ഫ്ലോറായിട്ട് സ്കൂളിനോട് വേണം താങ്ക്സ് പറയാൻ. നല്ല അടിപൊളിയായിട്ട് ഇവിടെ എല്ലാവരോടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. सरों का साग मक्की की रोटी सरों का साग मक्की की रोटी लस्सी 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 in Punjabi food yeah but it is yogurt but in proper way Punjab lassi pure lassi ours is sadhya yes സദ്യ. അവർ നമ്മുടേത് സദ്യയാണെന്ന്. അതല്ല ലസ്സി അവര് ദേശീയ ഫുഡാണ് അവർ പറഞ്ഞ റൊട്ടി. അപ്പൊ അവള് പറഞ്ഞ നമ്മുടെ ഫുഡ് ദേശീയ നാഷണൽ ഫുഡ് കൾച്ചറൽ ഫുഡ് സദ്യ. സദ്യ ലസ്സി അല്ല, നോട്ട് റൈസ് കറീസ്. ഫംഗ്ഷൻ ഫുഡ്. means 5 repeat and repeat sarda di roti makki da means se wala repeat and repeat sarda da saag makki di roti and 5 repeat so repeat roti nahi sarda saag makki di roti sarda saag makki di roti then you can say this in speed 5 times. Should be able to check the house should be able to no only one time in means I don't know. And this Betty bought butter but Betty bought butter അവൾ ഉള്ള നേരം കൊണ്ട് അവളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുകയാണ്. ശിവാനിക്കുണ്ട് ചാനൽ. അപ്പോൾ അവർ യൂട്യൂബിൻ്റെ പേരടിച്ചു കൊടുക്കുകയാണ്. Say hello YouTube. Hi. Hi. My name is Venus Kaur here. Say my name is Venus. വീനസ്കോ. Venus. Hey, hello sir. നിങ്ങൾ ഇംഗ്ലീഷ് പറയണ്ട, ഹിന്ദി പറഞ്ഞാൽ മതി. My English is not good. Only for Hindi or Punjabi. पंजाब से मीन्स मैं बता रही हूँ कि यहाँ पर रूम बहुत അവിടെ ഏട്ടൻ ഹിന്ദി മലയാളം പോലെ പറയുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഹിന്ദി കേട്ടാൽ മനസ്സിലാവും, പറയാനറിയില്ല എന്നുള്ള അവസ്ഥയും. അതുകൊണ്ട് അവർ നമ്മൾ സംസാരിക്കുകയാണ്. ഇന്ത്യക്കാരനാണ്, ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ് ഹിന്ദി എന്ന് പറഞ്ഞ രീതിയിൽ മൂപ്പര് നിർത്താതെ സംസാരിക്കുകയാണ്. ഇത് ഒരു ദിവസത്തെ ഈവനിങ് ബ്ലോഗല്ല, ഒരുപാട് ദിവസം ഡെയിലി റൊട്ടീൻ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോലെ അവരോട് ഡെയിലി സംസാരിക്കും. ഇതിപ്പോൾ മോള് സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രാക്ടീസിലാണ്. ഒരു ഇതൊക്കെ അവൾ ലെവലായിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ ഡെയിലി ഇരിക്കുന്ന പ്ലേസ്. സത്യം പറയാലോ, സുഖമായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റിയ ശാന്തമായ സ്ഥലം. വലിയ ഒച്ചയോ ബഹളോ ഒന്നുമില്ല. ജീവിക്കാൻ വളരെ നല്ല അനുകൂലമായ കാലാവസ്ഥ.
ഇന്നൊരു സംഭവം ഉണ്ടായി, അതാണ് ഈ വരുന്നത്. ഇത് എവിടെ ഒപ്പിച്ച്? ലാസ്റ്റത്തെ ക്യൂ ഞാൻ ഒപ്പിച്ചു. അപ്പൊ ഒന്നല്ലേ ഇനി ബാലൻസ്. പിന്നെ ഞങ്ങള് പോയിക്കൊന്നും കൂടി കിട്ടി. നല്ല ചൂടുള്ള ബിരിയാണിയോ? ഞങ്ങളിത് പ്രതീക്ഷിച്ചതല്ലോ. അതല്ല, ലാസ്റ്റ് ആവുമ്പത്തെ ക്യൂ ഞാൻ പറഞ്ഞു നമുക്ക് വേഗം പോയി നിന്നാ വേഗം കിട്ടും. ലാസ്റ്റ് തീരാനായി ആകെ ഒരൊറ്റ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വാങ്ങി. പിന്നെ ഞാൻ അങ്ങളിനോട് പറഞ്ഞിട്ട് ഒന്നും കൂടി വേണമെന്ന്. അപ്പൊ അവര് പറഞ്ഞു ഒന്നും കൂടി എന്താ അവിടെ ഉണ്ട്. അത് നല്ല ആൾക്കാരാ പറഞ്ഞിട്ടുണ്ട് വഴി. ചെറിയൊരു വാൻ, അറബി മാസ്ക് ഒക്കെ ഇട്ടു. അവരാണ് തന്നത്. ഇതെന്താ സംഭവം എന്നറിയോ? ഇവിടെ നോമ്പ് മാസമാകുമ്പോൾ വൈകുന്നേരം ഫുഡ് കൊടുക്കും. ഇവരാണെങ്കിൽ നേരത്തെ റൂമിൽ നിന്ന് പോരുന്ന ടീമാണ്. അപ്പോൾ ഇവർക്കറിയാം ബിരിയാണിയാണ് കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഇവരിന്ന് പോയി വരി നിന്ന് മേടിച്ചതാണ്. ബിരിയാണി ഒരു വികാരമാണല്ലോ, പക്ഷെ ഇത് ബിരിയാണിയല്ല, മന്തിയായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരു കുട്ടി കൂടിയുണ്ട്. പാകിസ്ഥാൻ പഞ്ചാബ് ബോർഡറിലെ കുട്ടിയാണ്. ആൾ വളരെ ആക്റ്റീവാണ്. ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, ഉറുദു പഞ്ചാബി ഒന്നും അറിയില്ല. അവളെ അമ്മയ്ക്ക് അത് രണ്ടേ അറിയത്തുള്ളൂ. അവളെ ലച്ചുവിനെ കളിക്കാൻ വിളിക്കാൻ വന്നതാണ്. What's your name? I find me. What's your name? Sada. Miss Hada. Yes. അവള് പറഞ്ഞത് അവിടെ കേറിയിട്ട് ഹെൽപ്പ് ചോദിക്കുമ്പോ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് പോട്ടെ. അതിനിടയ്ക്ക് ഒരു പരാതി ആയിട്ട് വന്നതാണ്. നമ്മുടെ വീനസ്കോൻ്റെ കൈ എവിടെ വെച്ചടിച്ച് അങ്ങനെ പരാതിയായിട്ട്. അതിൽ മറ്റേ മഞ്ഞ ഡ്രസ്സിട്ട കുട്ടി ഫുൾ ഓഫ് പാകിസ്ഥാനിയാണ് കേട്ടോ. അവളുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നായി. ഇതിപ്പം പറഞ്ഞ ഇൻ്റർനാഷണൽ ലെവല് കളികളാണ് ഫുള്ള്. ഇതൊക്കെയാണ് ഈവനിങ് വ്ളോഗ്. വൈകുന്നേരം ആയാൽ ഇവർ ഒരുപാട് കുട്ടികൾ കളിക്കും. ഡെയിലി ഇതൊക്കെ തന്നെ. എന്താണ് ഞാൻ ഓരോ ദിവസം ചെറിയ ചെറിയ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വിട്ടത്. Okay, let's go. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് നടക്കും. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരമുള്ള റൂമിലേക്ക്. ഇവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഫ്രീഡാണ്. ആരും ഒന്നും ചെയ്യൂല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്. ബൈ.